ഹലോ, നമസ്കാരം. എൻ്റെ ഒരു ബേസിൽ ചേലക്കര എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു 5-6 ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ 5-6 ഫിഗറിൽ ആദ്യത്തെ പറയാം. അതിന് ഒരു കാര്യം, ഞാൻ ആദ്യമായി തുടങ്ങിയ ആരംഭമാണ്. എനിക്ക് വേറൊരു കാര്യം പറയാം. എനിക്ക് കേരളത്തിൽ എവിടെയും ബ്രാഞ്ചില്ല, ഈ ചാനലിൽ മാത്രമേ ബ്രാഞ്ചുള്ളൂ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇനി വേറെ വല്ല മിമിക്രി ഇതിലും സമീപിക്കുക. ബേസിൽ ചേലക്കര ബേസിൽ. ഇനി വല്ല പ്ലം വർക്കിനും ഇനി കക്കൂസ് കുഴി കുത്തുന്നതിനും സമീപിക്കാം. ബേസിൽ ചേലക്കര. താങ്ക് യു. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമേ എത്തുന്നു പച്ചക്കുത്ത് എന്ന സിനിമയിലെ ദിലീപ് സാറിൻ്റെ ആ മമ്മൂതി കേട്ട് നമ്മൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ്, കക്കൂസ് കുഴിവിട്ട് കല്യാണ പാർട്ടി എവിടെയും സ്പോട്ടിലെത്തുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ ബേസിൽ ചേലക്കര ബേസിൽ. ആരംഭിക്കാം. ഫുഡ് എനിക്ക് ഫുഡ് വേണം. ഫുഡ്. താങ്ക് യു. നമുക്ക് അടുത്ത് ആരംഭിക്കാം. എല്ലാവർക്കും അറിയാം നരേന്ദ്രപ്രസാദ് സാറിനെ. ആൾ മരിച്ചുപോയി. അപ്പോൾ ആളൊരു ഫിഗർ എത്തുന്നു. ബേസിൽ ചേലക്കര ബേസിൽ. വരണം മിസ്റ്റർ ഇന്ദ്രചൂടൻ. എന്താ ഇന്ദ്രചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഒന്നും ആയില്ല അല്ലേ? അതെങ്ങനെയാ? കക്കൂസിൻ്റെ കുഴി വെട്ടി നടക്കുമ്പോൾ ഫ്യൂച്ചർ പ്ലാനെ കുറിച്ച് ഇന്ത്യയുടെ ചിന്തിക്കണം എങ്ങനെയാ? പക്ഷേ ഇന്ത്യചൂടാ, നീ ഒന്നും ഓർക്കണം. കക്കൂസ് കുഴി ഉണ്ടെങ്കിലേ ഫലപ്രദമായ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. കക്കൂസ് കുഴി എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത് ഫിഗർ ചെയ്യാം. അടുത്ത് നമ്മുടെ സത്യൻ സാറാണ്. സത്യൻ സാറിൻ്റെ തള്ളേ എന്നുള്ള വീഡിയോ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ആരംഭിക്കാം. അമ്മേ, എൻ്റെ തള്ളേ, ചോറായില്ലേ തള്ളേ? ചോറ് വെച്ചതാ തള്ളേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചാവും എൻ്റെ അമ്മേ. താങ്ക് യു. ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് പോവാം. അടുത്തത് പ്രൈം മിനിസ്റ്റർ സാറാണ്. പ്രൈം മിനിസ്റ്റർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, കല്യാണ സ്ഥലത്തും എവിടെയും ഒരു ബിംബക്കുറ്റി പോലെ കൊണ്ടെത്തിക്കപ്പെടുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ കക്കൂസ് ഉണ്ടെങ്കിൽ അവിടെയും വെട്ടാൻ പണിക്കാരെ എത്തിച്ചു കൊടുക്കുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ ബേസിൽ